അങ്ങനെ വീട്ടിലേക്കുള്ള നമ്മളെ യാത്രയുടെ ലാസ്റ്റ് ദിവസം കേട്ടോന്ന് നമ്മളിപ്പോ എത്തിപ്പെട്ടിട്ടുള്ളത് ഷാർജല എയർപോർട്ടിലാണ്. രാവിലെ 5:30 കേട്ടോ നമ്മൾ എയർപോർട്ടിൽ എത്തിയത്. സത്യം പറയാലോ, ഷാർജ എയർപോർട്ടിൽ എത്തിയത് മുതൽ എന്റെ അവസ്ഥ കുറച്ച് ഷോക്കായിരുന്നു. ദേ ഈ കാണുന്ന എയർ അറേബ്യൻ ഫ്ലൈറ്റിലാണ് കേട്ടോ നമ്മൾ വന്നിറങ്ങിയത്. ഫ്ലൈറ്റ് നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതും ചൂട് കാരണം ഞാൻ വേഗം പോയി ബസ്സിൽ കയറി. സത്യം പറഞ്ഞാൽ അവിടെ എയർപോർട്ടിന്റെ പുറത്ത് പണിയെടുക്കുന്നവരോട് എനിക്ക് ഭയങ്കര ബഹുമാനം തോന്നി. അവിടുത്തെ ടെമ്പറേച്ചർ ഒക്കെ താങ്ങി നിന്ന് അവിടെ പണിയെടുക്കുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അങ്ങനെ നമ്മൾ ഷാർജ എയർപോർട്ടിൽ എത്തി. അവിടെ ഞാൻ കയറി ചെല്ലുമ്പോൾ കണ്ട ഈ ഒരു കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം നമ്മുടെ ഭാഷയിൽ പോലും അവിടെ സ്വാഗതം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോ എന്റെ പ്രധാന വിഷയം ചാർജ് ചെയ്യാനായിട്ട് ഒരു ചാർജിംഗ് പോർട്ട് കണ്ടുപിടിക്കലായിരുന്നു. അവസാനം ഞാൻ കണ്ടുപിടിച്ചത് ഇത്രയും ചുറ്റും ആളുകൾ ഇരിക്കുന്ന സ്ഥലത്തായിരുന്നു. അങ്ങനെ അവസാനം ഞാൻ ഫോണും ചാർജ് ചെയ്തിട്ട് അവിടെ അങ്ങനെ ഇരുന്നു. അപ്പോഴും സമയം ആകെ 6 മണി ആവുന്നുണ്ടായിരുന്നുള്ളൂ. അവിടെ ഫോൺ ചാർജ് ചെയ്തിട്ട് കിടന്നുറങ്ങാൻ എനിക്കൊരു പേടി. കാരണം ഞാൻ ഉറക്കം കഴിഞ്ഞ് വിളിക്കുമ്പോൾ എന്റെ ബാഗും ഫോണൊക്കെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാലോ എന്ന് എനിക്കൊരു പേടി. പിന്നെ ഷാർജ എയർപോർട്ടിൽ ഒരു കാര്യം എനിക്ക് എടുത്തു പറയാൻ തോന്നിയതേ, അവിടെ ഓരോ ഫ്ലൈറ്റ് എടുക്കണേക്കാളും മുന്നും അവിടുത്തെ സ്റ്റാഫുകൾ വന്ന് നമ്മുടെ അടുത്ത് വിളിച്ചു പറയും. നമ്മളവിടെ കിടന്നുറങ്ങണമെങ്കിൽ പോലും അവർ നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കും, നിങ്ങൾ ഇന്ന ഫ്ലൈറ്റിലേക്കാണോ ആ ഫ്ലൈറ്റ് എടുക്കാൻ പോവാന്ന്. അവിടെ വന്നു പോകുന്ന ഒരാളുടെ പോലും ഫ്ലൈറ്റ് മിസ്സാവരുന്ന അവർക്ക് ആഗ്രഹമുള്ള പോലെ എനിക്ക് തോന്നി. അങ്ങനെ നമ്മൾ ഷാർജ എയർപോർട്ടിലാണ് കേട്ടോ. ആക്ച്വലി ഭയങ്കര ടയേർഡാണ്. അതുകൊണ്ട് എനിക്കങ്ങനെ ലൈവ് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ട് വോയിസ് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഭയങ്കര ടയേർഡായി, തീരെ ഉറങ്ങിയിട്ടില്ല ഞാൻ. ഇന്നലെ കാലത്ത് 4 മണിക്ക് കയറിയതാണല്ലോ. പിന്നെ ഇപ്പോൾ ഇവിടെ എത്തണത് എത്ര മണിക്കാണ്? ഇന്ന് രാവിലെ 5 മണിക്ക് എത്തിയതാണ്. ഭയങ്കര ടയേർഡാണ്. അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒട്ടും ഇങ്ങനെ ലൈവായിട്ട് എടുക്കാൻ പറ്റുന്നില്ല. എന്നാലും മാക്സിമം എടുക്കാൻ പറ്റണത്ര എടുക്കാൻ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിരിക്കുക. ഞാനിപ്പോൾ ഇവിടെ വന്ന് പെട്ടത് എവിടെയാണെന്ന് അറിയില്ല. എനിക്ക് ഷാർജ എയർപോർട്ട് ആദ്യമായിട്ട് വരണോണ്ട്, ഈ പോളണ്ട് എയർപോർട്ട് ആദ്യം തന്നെ ആയിരുന്നു. ഒരു ഐഡിയ ഇല്ല. ഇപ്പം നടക്കുന്നത് ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൻ്റെ ഉള്ളിൽ കൂടെയാണെന്ന് മാത്രം എനിക്കറിയാം. ഇവിടെ എൻ്റെ കൂട്ടുകാരന്മാർ പറഞ്ഞു ഇവിടെ ഇന്ത്യൻ ഫുഡ് കിട്ടുമെന്ന് പറഞ്ഞു നമുക്ക്. അപ്പം മന്തി ബിരിയാണി സംഭവങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് തപ്പി ഇറങ്ങിയതാണ്. കിട്ടുകയാണെങ്കിൽ അതും കൂടി പടയ്ക്കാൻ വെച്ചിട്ടുള്ള പരിപാടിയാണ്. കിട്ടുകയാണെങ്കിൽ ഒന്നും നോക്കാനില്ല. കാരണം നാട്ടിൽ നിന്ന് വന്നിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുഡാണല്ലോ മെയിൻ. അപ്പോൾ നമുക്ക് ഫുഡ് കണ്ടുപിടിക്കുക, കഴിക്കുക, അതാണ് പരിപാടി. അതിന് വേണ്ടി അത് തപ്പിയിട്ട് ഇറങ്ങിയതാണ് സത്യത്തിൽ ഞാൻ. അങ്ങനെ നമ്മൾ നടന്ന് ഫുഡ് കോർട്ടിൻ്റെ അവിടെ എത്തി. നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്തി. ഇതാണ് ഫുഡ് കോർട്ട്. ഇതാണ് കേട്ടോ ഫുഡ് കോർട്ടിൽ നമുക്ക് നമ്മൾ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ട്. മന്തി, ബിരിയാണി, മന്തി, നമ്മുടെ പൊറോട്ട, ഫുൾ സെറ്റപ്പുകളുണ്ട്. നമ്മുടെ ഇഡ്ഡലി, വട. എത്ര കാലം ശേഷം ഇഡ്ഡലി വടയൊക്കെ കാണണമെന്നറിയോ? ഇഡ്ഡലി വടയൊക്കെ കാണണമെന്നറിയോ? ഇതായിരിക്കണം നമ്മുടെ സമൂസ, വട. ഇതൊന്നും അവിടെ കണ്ടിട്ട് പോലുമില്ല. എത്ര കാലം ശേഷം, 2 വർഷത്തിന് ശേഷം ഇത് മൊത്തം കാണുന്നത്. ഇതായിരിക്കണം നമ്മുടെ മസാല ദോശ. ഫീല്. വേഗം ഇവിടെ നിന്ന് എന്തെങ്കിലും ഓർഡർ ചെയ്ത് കഴിക്കാനുള്ളൊരു മൈൻഡിലാണ് നിൽക്കുന്നതൊക്കെ മലയാളി ചേട്ടന്മാരാണ്. അവിടെ ഉള്ളതൊക്കെ ഫുള്ള് മലയാളി ചേട്ടന്മാരാണ്. വേഗം നല്ലൊരു ഫുഡ് ഓർഡർ ചെയ്ത് വേഗം കഴിക്കുക. ഭയങ്കര സന്തോഷം. എൻ്റെ മുഖം തന്നെ മാറി. ഇത്രയും ക്ഷീണിച്ചാട് നിരുന്ന ആളാണ് ഞാൻ. ഫുഡ് കണ്ടപ്പോൾ മുഖമേ മാറി. വേഗം ഫുഡ് ഓർഡർ ചെയ്യാം. ഞാൻ നേരെ കയറി ഒരു മസാല ദോശ ഓർഡർ ചെയ്തു. സത്യത്തിൽ ഞാൻ എത്ര പൈസ എന്ന് പോലും ചോദിച്ചില്ല. കയ്യിൽ ബില്ല് കിട്ടിയപ്പോഴാണ് ഞാൻ പൈസ ശ്രദ്ധിച്ചു തന്നെ. പിന്നെ കുറെ നേരം അവിടെ അക്ഷമനായിട്ട് കാത്തു നിൽക്കലായിരുന്നു പരിപാടി. കയ്യിൽ മസാല ദോശ കിട്ടണമല്ലോ, എന്നാലേ തിന്നാൻ പറ്റുള്ളൂ. അങ്ങനെ അവസാനം നമ്മുടെ മസാല ദോശ കയ്യിൽ കിട്ടി. അതും കൊണ്ടുപോയി ഞാൻ ഒരു മൂലയ്ക്ക് ഒരു ടേബിളിലിരുന്ന് തിന്നാൻ തുടങ്ങി. അങ്ങനെ 2 വർഷങ്ങൾക്ക് ശേഷം നല്ല അടിപൊളി മസാല ദോശ കഴിക്കുക. 2 വർഷങ്ങൾക്ക് ശേഷം എൻ്റെ അമ്മോ കൊതി താങ്ങാൻ വയ്യാട്ടാ. സെറ്റ് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. ജീവിതത്തിൽ ഒരു മനുഷ്യന് ഏറ്റവും അത്യാവശ്യം വേണ്ട സാധനം ഏറ്റവും നല്ല ഫുഡാണ്. സത്യമാണ്. ഈ ഒരു ഫുഡ് കഴിച്ചപ്പോഴേക്കും എൻ്റെ ഒരു മൈൻഡ് മാറിയതുണ്ടല്ലോ. അയ്യോ, എൻ്റെ മുഖത്തൊന്ന് സന്തോഷമുണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മുടെ സ്വന്തം ഫുഡ് നമ്മുടെ നാട്ടിൽ കഴിക്കുമ്പോൾ അതിൻ്റെ ഫീൽ വരണം. നല്ലൊരു ഫുഡ് കഴിച്ചാൽ തന്നെ സന്തോഷമായി. ആ ദിവസം തൃപ്തിയായി. സന്തോഷം. ഇന്നത്തെ ദിവസം തൃപ്തിയായി. കുറേ കാലം കഴിച്ച് കഴിക്കാണ്ടിരിക്കാന്നല്ല, ഭയങ്കര ടേസ്റ്റ്. സന്തോഷം കൊണ്ട് സെറ്റ്. ഇത് കഴിഞ്ഞിട്ട് സമാധാനമായിട്ടിരിക്കണം. മിക്കത് ഉറങ്ങുന്നുണ്ട്. ഇതുവരെ എനിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. ഇത് കഴിച്ച് കഴിഞ്ഞാൽ മിക്കത് ഉറക്കം വരാൻ നല്ല ചാൻസ് ഞാൻ കാണുന്നുണ്ട്. അതായത് കഴിച്ച് തീർക്കട്ടെ. പിന്നെ ഷാർജ എയർപോർട്ടിൽ വന്ന് ഞാൻ കുറെ കാലങ്ങൾക്ക് ശേഷം കണ്ടത് നമ്മുടെ ടോയ്ലറ്റിന്റെ ഈ പൈപ്പായിരുന്നു. യൂറോപ്പിൽ ഇങ്ങനെ ഒരു സെറ്റപ്പേ ഇല്ല. അങ്ങനെ ഫുഡൊക്കെ അടിച്ച് വയറ് നിറഞ്ഞപ്പോഴേ എനിക്കൊന്ന് എനർജി വെച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു എയർപോർട്ടൊക്കെ മൊത്തത്തിലൊന്ന് നടന്ന് കണ്ടാലോന്ന്. അങ്ങനെ ഞാൻ എയർപോർട്ടിൽ ചുറ്റിക്കറങ്ങി നടക്കുന്നതാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ എയർപോർട്ടുകളുള്ളിൽ സ്റ്റോറുകൾ കാണാൻ തന്നെ ഒരു ഭംഗിയാ. അതുപോലെ തന്നെയാണ് വിലയും. എല്ലാത്തിനും നല്ല മുടിഞ്ഞ വിലയായിരിക്കും. പിന്നെ എല്ലാ എയർപോർട്ടിൽ പോയാലും ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ ചുമ്മാ ഒന്ന് കയറി നോക്കേണ്ട ഒരു മര്യാദയാണല്ലോ. അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ ഒന്ന് ചുമ്മാ കയറി നോക്കി. പ്രത്യേകിച്ച് ഒന്നും ഞാൻ വാങ്ങാൻ പോണെന്ന് എനിക്കറിയാം. കാരണം ഞാൻ വാങ്ങാനുള്ളതൊക്കെ അവിടെ നിന്ന് വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടും വീഡിയോയിൽ വല്ലതൊക്കെ കാണിക്കണം എന്നുള്ളത് കൊണ്ടും ഞാൻ അവിടെ മൊത്തത്തിലൊന്ന് ചുറ്റിക്കറങ്ങി നടന്നു. ഫുഡൊക്കെ അടിച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ ഒന്ന് വെറുതെ ഇരുന്നതാ. നല്ല ഉറക്കം വരുന്നത്. ഇരുന്ന് ഉറക്കം തൂങ്ങുക. പക്ഷേ ഫ്ലൈറ്റ് നമുക്ക് 10 മണിക്ക് ചെക്ക് ഇൻ ചെയ്യണം. അല്ല, ബോർഡിംഗ് പാസ് കൊടുത്തവിടെ കയറണം.
അതുകൊണ്ട് ഇരിക്കാൻ സമയമില്ല. ഇപ്പോൾ 9:56 ഇപ്പോൾ എഴുന്നേറ്റ് പോവാം. എന്നിട്ട് അവിടെ പോയിരുന്ന് ഉറങ്ങാൻ നല്ലത്. അതാകുമ്പോൾ അറ്റ്ലീസ്റ്റ് ഫ്ലൈറ്റ് പോകാൻ നേരത്തെ അവർ വിളിച്ച് എഴുന്നേൽപ്പിക്കുകയും ചെയ്യില്ലോ. ഇവിടെ ഇരുന്ന് ഉറങ്ങി കഴിഞ്ഞാൽ ഫ്ലൈറ്റ് പോകും. പിന്നെ ഞാൻ വേറെ വരേണ്ടി വരും, വല്ല ഓട്ടോ പിടിച്ച് വരേണ്ടി വരും. ഇവിടുന്ന് അത് കിട്ടില്ലല്ലോ, വേറെ വല്ല ഫ്ലൈറ്റ് പിടിച്ച് വരേണ്ടി വരും. അപ്പോൾ നമുക്ക് പതുക്കെ നമ്മുടെ ബോർഡിങ്ങിൻ്റെ പരിപാടിയിലേക്ക് പോവാം. വാ. സിമ്പിൾ സെക്യൂരിറ്റി ചെക്കിങ് പെട്ടെന്ന് കഴിഞ്ഞു. ജസ്റ്റ് അങ്ങോട്ട് കയറി കഴിഞ്ഞു, ഇറങ്ങി. സിമ്പിളായിട്ട് കഴിഞ്ഞു, ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല. ഇനി നേരെ 8ാമത്തെ ഗേറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫ്ലൈറ്റ് പിടിക്കാം. അത്രേ ഉള്ളൂ. ഇനി കോമഡി എന്ന് വെച്ചാൽ ഇത്ര നേരം മലയാളീസ് കുറവായിരുന്നു. എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ കൊച്ചിയിലേക്കല്ല ഫ്ലൈറ്റ്, കംപ്ലീറ്റ് മലയാളീസ് ആയിരിക്കും. അപ്പോൾ കുറേ കാലമായി എല്ലാവരും കൂടി ഇങ്ങനെ ട്രാവൽ ചെയ്തിട്ട് രസമായിരിക്കും. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് കൊച്ചിക്കുള്ള ഫ്ലൈറ്റാണ് ഇനി അടുത്തത്. അങ്ങനെ നമ്മൾ നമ്മുടെ ട്രിപ്പിൻ്റെ അവസാനത്തെ ഫ്ലൈറ്റ് പിടിക്കുമ്പോൾ കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റ് അതുകൊണ്ട് പിടിച്ച് കഴിഞ്ഞാൽ കൊച്ചി എത്തി കഴിഞ്ഞാൽ ചേട്ടൻ അവിടെ ഉണ്ടാവും. ചേട്ടൻ കാറിൽ ഉണ്ടായിരിക്കുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം, അല്ല എൻ്റെ ഒരു പ്രതീക്ഷ. ചേട്ടൻ ഉറപ്പായിട്ട് അവിടെ ഉണ്ടാവാതിരിക്കില്ല. കാരണം ചേട്ടനോട് ഞാൻ പറഞ്ഞിട്ട് വരുന്നുള്ളത് ചേട്ടൻ ഉണ്ടാവട്ടോ അവിടെ. ചേട്ടനോട് ഞാൻ കുറച്ച് ലേറ്റായിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞത്. കാരണം എൻ്റെ കുറച്ച് സാധനങ്ങൾ പിള്ളേർക്ക് കൊടുക്കാണ്ട്. വേറെ ഒന്നല്ല കേട്ടോ, TRP ആണ്. അതായത് TRP ആണ് വിസ. എനിക്ക് വിസ കിട്ടിയ സമയത്ത് തന്നെ കുറച്ച് പേർക്ക് വിസ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ വിസ കൊടുക്കണം. ഇതൊക്കെ നാട്ടിലാണ്, അതായത് എല്ലാവരും നാട്ടിൽ. ഈ വിസ കിട്ടിയാൽ ഇനി അവന്മാർക്ക് ലിത്വാനിയ കയറാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ചെന്ന് വിസ കൊടുത്താലേ അവന്മാർക്ക് ഇങ്ങോട്ട് കയറി വരാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കൊടുക്കാനുണ്ട്. ആ സമയത്ത് ചേട്ടനും വരും അവിടെ. അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ ഫ്ലൈറ്റ് എടുക്കാനുള്ള സമയമായി. എല്ലാവരും കയറി വരി നിൽക്കാൻ തുടങ്ങി. കൂട്ടത്തിൽ ഞാനും കയറി നിന്നു. ഈ ഒരു ഫ്ലൈറ്റും കൂടി എടുത്തു കഴിഞ്ഞാൽ നേരെ പോയി ഇറങ്ങുന്നത് നമ്മുടെ കൊച്ചിയിൽ. അതിന്റെ സന്തോഷം കേട്ടോ എൻ്റെ മുഖത്ത് കാണുന്നത്. എന്തെന്നില്ലാത്തൊരു സന്തോഷം. അന്ന് കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. കാരണം യൂറോപ്പിലേക്കാണല്ലോ വരുന്നത്. അതിനേക്കാൾ സന്തോഷം ഇന്ന് അങ്ങോട്ട് തിരിച്ചു പോകുമ്പോൾ. നല്ല ക്ഷീണം, ഞാൻ ടയർഡായി ശരിക്കും. ഇന്നലെ പോകുന്നതിന് ശേഷം ശരിക്കും ടയർഡായി. ഉറക്കൊട്ടും ശരിയായിട്ടില്ല. ഉറക്കൊട്ടും ശരിയാവാത്തതിൻ്റെ കുറേ പ്രശ്നങ്ങൾ നിന്നുണ്ട്, അത് വേറെ കാര്യം. എല്ലാം എന്താ പറയുക, അതിജീവിച്ച് വീട്ടിലേക്ക് പോകല്ലോ, വേറെ വഴിയില്ല. നമുക്ക് വീടെത്തണം, അതാണ് നമ്മുടെ ഏറ്റവും വലിയ വിഷയം. ഇപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അടുത്ത ലാസ്റ്റ് ഫ്ലൈറ്റ് അതിനും കയറിയാൽ നമ്മളെത്തി. അങ്ങനെ എല്ലാം സെറ്റാക്കി ലാസ്റ്റ് കോളിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു. അങ്ങനെ അവസാനം ഫ്ലൈറ്റിലേക്ക് കയറാനുള്ള ലാസ്റ്റ് കോളും വന്നു. ഈ കാണുന്ന എല്ലാവരും ഓടുന്നത് ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അവരുടെ പിന്നാലെ ഞാനും വിട്ടു എൻ്റെ ബാഗ് എടുത്ത് നേരെ ഫ്ലൈറ്റിലേക്ക്. ശരിക്കും പറഞ്ഞാലേ കുറെ കാലം നമ്മൾ വേറൊരു സ്ഥലത്ത് നിന്നിട്ട് നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ കിട്ടുന്ന സന്തോഷം കേട്ടോ. അത് പറഞ്ഞറിയിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഈ എയർപോർട്ടിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ്. നമ്മുടെ കൂടെ ഷാർജയിൽ നിന്ന് ഒരുപാട് മലയാളികൾ ഉണ്ട് കേട്ടോ നേരെ കൊച്ചിയിലേക്ക്. നമ്മുടെ ഫ്ലൈറ്റിന്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു എയർ അറേബ്യ ഫ്ലൈറ്റ് വേറെ എങ്ങോട്ട് പോകാൻ വേണ്ടി സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുക അവര്. ഇപ്പൊ എന്റെ മനസ്സിൽ ചിന്ത എത്രയും പെട്ടെന്ന് നേരെ കൊച്ചിയിൽ എത്താന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ നടന്നത് ഫ്ലൈറ്റിന്റെ ഉള്ളിൽ കയറാറായിട്ടാ. ഫ്ലൈറ്റിന്റെ ഉള്ളിൽ കയറി നമ്മുടെ വിൻഡോ സീറ്റും പിടിച്ച് എല്ലാം സെറ്റ് ആക്കിയിരിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് ഒരു ബായ് വന്നിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുക്കണപ്പോഴേ ആൾക്കും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയി. പിന്നെ ആളുടെ വക ചോദ്യങ്ങളായിരുന്നു എന്നോട്. ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്, കേരളത്തിൽ ഞാൻ എവിടെയാണ്, എന്റെ ക്യാമറ ഏതാണ്, കുറെ കാര്യങ്ങൾ ആൾ എന്നോട് ചോദിച്ചു. അതിന്റെ ഇടയിൽ നമ്മുടെ ഫ്ലൈറ്റ് പതുക്കെ ടേക്ക് ഓഫ് ചെയ്യാൻ തുടങ്ങിയിട്ടാ. ഫ്ലൈറ്റിൽ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമയം എന്ന് പറയുന്നത് ടേക്ക് ഓഫിന് തൊട്ട് മുന്നേ സ്പീഡ് കൂട്ടുന്നതാണ്. അതുപോലെ തന്നെ ഈ ടേക്ക് ഓഫ് ടൈമിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്ലൈറ്റിൽ ഇരുന്ന് പുറത്തെ കാഴ്ചകൾ കാണാൻ. നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷാർജ എയർപോർട്ടിന്റെയും ഷാർജയിലുള്ള സ്ഥലങ്ങളിലെയും സ്കൈ വ്യൂ ആണ് കേട്ടോ. ഇങ്ങനെ ഒരു വ്യൂ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നത്. ഷാർജയിൽ ഇങ്ങനെ ഒരു വ്യൂ എനിക്ക് കാണാൻ പറ്റുന്നതും ഞാൻ ഒരിക്കലും പോലും സ്വപ്നം കണ്ടിട്ടില്ല. ഫ്ലൈറ്റിലിരുന്ന് താഴെ കാഴ്ചകൾ നോക്കി കാണാൻ നല്ല രസമായിരുന്നു. എവിടെ നോക്കിയാലും ഫുള്ളും മണല് മാത്രമാണ്. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് അവിടുന്ന് പറന്നു പൊങ്ങി ഷാർജയും വിട്ടു പോയി. ഇപ്പൊ നമ്മൾ പറന്നുകൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തിന്റെ മേളിവിടെയാണെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. അങ്ങനെ നമ്മൾ പറന്ന് മരുഭൂമി വിട്ട് പച്ചപ്പ് കാണാൻ തുടങ്ങി. ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ സ്കൈ എന്നുള്ള വ്യൂ ആണ്. ഞാൻ കൊച്ചിയിൽ പറന്നിറങ്ങിയപ്പോഴേക്കും രാത്രി 9:30 ആയിരുന്നു കേട്ടോ. അങ്ങനെ ഷാർജയിൽ നിർത്തുന്ന നമ്മുടെ ഫ്ലൈറ്റ് പറന്ന് നമ്മുടെ കൊച്ചിയിൽ ലാൻഡ് ചെയ്തു. ഒട്ടുമിക്ക എല്ലാ സ്ഥലത്ത് പോയാലും ഞാൻ പതുക്കെ ഫ്ലൈറ്റിന് എഴുന്നേക്കാറുള്ളൂ. കാരണം നമ്മൾ എത്ര തിരക്ക് പിടിച്ച് എഴുന്നേറ്റാലും നമുക്ക് പതുക്കെ തന്നെ അതിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ നേരത്തെ പോയിട്ട് അവിടെ ബിരിയാണി ഒന്നും കൊടുക്കാനില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പതുക്കെ അവിടെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് എല്ലാവരും ഇറങ്ങിയതിനു ശേഷമാണ് ഞാൻ ഇറങ്ങിയത്. അങ്ങനെ എന്റെ പെട്ടിയും പ്രമാണമൊക്കെ എടുത്ത് ഞാൻ കൊച്ചി എയർപോർട്ടിലെത്തി. അങ്ങനെ അവസാനം നമ്മുടെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് നമ്മുടെ സ്വന്തം കേരളത്തിലെത്തി. ഇനി നമ്മുടെ പെട്ടികൾ പോയിട്ട് കളക്ട് ചെയ്യാം. അതാണ് അടുത്ത പരിപാടി. പെട്ടികൾ പോയി കളക്ട് ചെയ്യട്ടെ. ചേട്ടൻ വന്നിട്ടോന്ന് അറിയില്ല. ഇനി എൻ്റെ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വേറെ പിള്ളേർ വരുന്നുണ്ട്. അവരൊക്കെ വന്നിട്ടോന്ന് അറിഞ്ഞൂടാ. വൈഫൈ കണക്ട് ചെയ്താലേ എനിക്ക് പുറത്ത് സംസാരിക്കാൻ പറ്റുള്ളൂ. എൻ്റെ കയ്യിൽ നെറ്റും ഇല്ല. അപ്പോൾ ആദ്യം പോയി പെട്ടി കളക്ട് ചെയ്യുക. നമ്മുടെ പരിപാടി ആദ്യം നിർത്തി വയ്ക്കുക. എന്നിട്ട് ബാക്കി നമുക്ക് നോക്കാം. വാ. യൂറോപ്പിനുള്ളിൽ കുറെ ട്രാവൽ ചെയ്തുകൊണ്ട് ഞാൻ വിചാരിച്ചത് നേരെ പോയി പെട്ടി കളക്ട് ചെയ്യാൻ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ്. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഇന്റർനാഷണൽ ഫ്ലൈറ്റ് അല്ലേ, ഉറപ്പായിട്ട് ഇമിഗ്രേഷൻ ഉണ്ടാവുന്നത്. അങ്ങനെ ഇമിഗ്രേഷന്റെ ക്യൂവിൽ നിന്ന് എല്ലാം സെറ്റാക്കി നമ്മൾ അവിടെ നിന്ന് പുറത്തിറങ്ങി. അങ്ങനെ ഇമിഗ്രേഷൻ പരിപാടിയും കഴിഞ്ഞു. ഇനിയാണ് നമുക്ക് പെട്ടിയെടുക്കാൻ പോകുന്നത്. ഇമിഗ്രേഷൻ എന്നുള്ള പരിപാടി ഉണ്ടെന്ന് ഞാൻ മറന്നുപോയി. അങ്ങനെ സംഭവം കൂടി ഉണ്ടെന്നുള്ളത് ഞാൻ മറന്നേ പോയി. എന്നിട്ട് ഇനിയിപ്പോൾ നേരെ പോയി പെട്ടിയെടുക്കാം. പെട്ടി കളക്ട് ചെയ്യാൻ പോയപ്പോഴായിരുന്നു അതിനേക്കാൾ വലിയ കൺഫ്യൂഷൻ. ഇത് എവിടെയാണ് നമ്മുടെ പെട്ടി വരുന്നത് കറക്റ്റ് അറിയാത്തതുകൊണ്ട് ഞാൻ അവിടെ അന്വേഷിച്ച് നടക്കായിരുന്നു പരിപാടി.
അങ്ങനെ അവസാനം സാധനം നമ്മുടെ കയ്യിൽ കിട്ടി. ദൈവഭാഗ്യത്തിന് നമ്മുടെ പെട്ടിക്ക് വലിയ ഡാമേജും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവിടുന്ന് അവസാനം ഫൈനൽ ചെക്കിങ് കഴിഞ്ഞിട്ടാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയത്. അങ്ങനെ ഞാൻ പെട്ടിയും കൊണ്ട് പുറത്തിറങ്ങിയപ്പോഴേക്കും ചേട്ടൻ അവിടെ ഹാജരായിരുന്നു. ഞാൻ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയ സമയത്ത് നമ്മുടെ യൂട്യൂബ് ഫാമിലിയുള്ള കുറച്ച് ആളുകൾ നമ്മുടെ അടുത്ത് വന്ന് സംസാരിച്ചിരുന്നു. സത്യത്തിൽ ആ ഒരു കാര്യം ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവിടുന്ന് പെട്ടി എടുത്ത് ഞാനും ചേട്ടൻ നേരെ വിട്ട് നമ്മുടെ കാർ പാർക്കിങ്ങിലേക്ക്. ഇതാണ് നമ്മുടെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട്. ഞാൻ പിന്നെ ഒരു തൃശ്ശൂർക്കാരനായതുകൊണ്ട് എനിക്ക് ഈ കൊച്ചിൻ എയർപോർട്ട് എന്ന് പറയുന്നത് ഭയങ്കര പരിചയമുള്ള ഒരു സ്ഥലം പോലെയാണ്. ചെറുപ്പത്തിൽ കുറച്ച് തവണയൊക്കെ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ രഥം. എന്റെ ചേട്ടന്റെ സ്വന്തം കാറ്. ആളൊരു വിന്റേജ് വണ്ടി ഭ്രാന്തനാണ് കേട്ടോ. എന്റെ ചേട്ടനുള്ള എല്ലാ വണ്ടികളും വിന്റേജ് വണ്ടികളും മാത്രമാണ്. അങ്ങനെ കാറിന്റെ ഉള്ളിലേക്ക് പെട്ടൊക്കെ കയറ്റി വെച്ച് ഞാനും ചേട്ടനും കൂടി അവിടെ നേരെ വിട്ടു നമ്മുടെ വീട്ടിലേക്ക്. ഞാൻ വീട്ടിലെത്തിയ സമയം കറക്റ്റ് ആയിട്ട് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ എന്തായാലും ഒരു 11 മണിയെങ്കിലും ആയിട്ടുണ്ടാവും. വീട്ടിലെത്തിയപ്പോഴേ ഞാൻ കാണുന്ന ആദ്യത്തെ കാഴ്ചത് ഈ കുട്ടി കുറുമ്പിരിയാണ്. ആരാ ഓണ നിങ്ങറിയോ എന്നെ ഒട്ടും പരിചയമില്ലാത്തോണ്ടേ ആൾക്ക് ഭയങ്കര പേടിയായിരുന്നു പിരിക്കണത്. വീടിന്റെ മെയിൻ ആള്. അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞ് സേഫ് ആയിട്ട് വീട്ടിൽ വന്ന് കയറി. പെട്ടി അടക്കം സേഫ് ആയിരുന്നു. ചേട്ടനെ പെട്ടി എടുത്ത് വെച്ചാൽ ഞാൻ വന്നപ്പോൾ തന്നെ നേരെ വീട്ടിലേക്ക് കയറി വന്നു. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പം ശരി കേട്ടോ എല്ലാവർക്കും.